പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന്റെ വ്യാജരേഖ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതായി പരാതി ഉയരുന്നു. ഇടുക്കി ഉപ്പതറ പഞ്ചായത്തിലാണ് ഈ സംഭവം. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് രാഹുൽ വിജയനിലേക്ക് ചേരാം. രാഹുൽ വിജയൻ പറയും. ഗുഡ് മോർണിംഗ്. ഉപ്പതറ പഞ്ചായത്തിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ബിബിൻ തോമസിനെതിരെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 23-ന് ഈ ബിബിൻ തോമസിനെ പഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരനായിരുന്നു പഞ്ചായത്ത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനമാണ്. അതിൽ പ്രധാനമായും ഉയർന്നു വന്നിരുന്ന ഈ ബിബിൻ തോമസിനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ ആദിവാസി ഉന്നതികളിൽ ഉൾപ്പെടെ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടുകൾ പണിയുന്നതിലും അതുപോലെ തന്നെ സാമൂഹ്യ കേന്ദ്രങ്ങൾ പണിയുന്നതിലും വലിയ തട്ടിപ്പ് നടത്തി, വലിയ തരത്തിൽ പണം തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു ആരോപണം. അതായത് നിർമ്മാണത്തിന്റെ പേരിൽ ബിനാമികളെ വെച്ച് കരാർ ഏറ്റെടുക്കുകയും പിന്നീട് ആ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാതെ പണം ബില്ല് പൂർണ്ണമായും എഴുതി മാറുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. അതിൽ ഈ ഉദ്യോഗസ്ഥരുടെ, ഈ ഉപ്പതറ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടമെന്നോണം ഈ ബിബിൻ തോമസിനെ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിട്ടത്. ഇതിനെതിരെ ഈ ബിബിൻ തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അട്ടിമറിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് വ്യാജമായി ഉണ്ടാക്കി, അതും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടെ ഉണ്ടാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് അനുകൂല വിധി സമ്പാദിച്ചു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം. നിലവിൽ ഈ ബിബിൻ തോമസ് ഈ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ഈ വിഷയത്തിൽ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പരാതി നൽകി എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ തരത്തിലുള്ള അഴിമതി ആരോപണം നിലനിൽക്കുമ്പോഴും ഇത്തരമൊരു വ്യാജരേഖ ചമച്ച് എങ്ങനെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു ചോദ്യം തന്നെയാണ്. അതിൽ പഞ്ചായത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒത്താശ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.